സോ ഗായ്സ് എവർക്കും നമസ്കാരം. അഭിജിത്ത് ടെക് ക്രിയേഷനിലേക്ക് എവർക്കും സ്വാഗതം. മജമാരെ പുഷ്പ മൂവി അങ്ങനെ കണ്ടു. മൂവിയുടെ റിവ്യൂലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് മൂവി അങ്ങനെ കണ്ടു. കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഒറിജിൻ മൂവി അങ്ങനെ പുഷ്പ ദ റൂൾ 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗൈസ് മലയാളമാണ് കണ്ടത്. ഓൾമോസ്റ്റ് ഞാൻ പോയപ്പോൾ തന്നെ തിയേറ്റർ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഗൈസ് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. പുഷ്പ റൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹെവി സാധനമായിരുന്നു. ഹെവി സാധനം പറഞ്ഞാൽ മാസിനും എല്ലാത്തിനും ലവ് എല്ലാ ടോപ്പിക്കും സോങ്സും എല്ലാം ഹിറ്റ് വൈബ് സാധനമായിരുന്നു. മാസ് മസാല സാധനമായിരുന്നു പുഷ്പ ദ റൈസ്. പുഷ്പ റൂളിലേക്ക് വരുമ്പോൾ പുഷ്പൻ്റെ റൂള് തീരി കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് സുകുമാർ കൂട്ടിപ്പിടിച്ചാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് മാറ്റി എഴുതിയ കാരണം മൊത്തം ഐഡന്റിക്കലല്ല സിനിമ. മൊത്തം സുകുമാർ തീരുമാനിക്കും ഇന്ന സാധനം എവിടെ വേണമെന്ന് പുള്ളി പ്ലേസ് ചെയ്യുന്ന പോലെയാണ് സിനിമ വരുന്നത്. എന്താണെന്നറിയില്ല ഗൈസ്. ഒരു ഇൻട്രോഡക്ഷൻസ് ഒരു നായകന് നമുക്ക് ഏറ്റവും ഇതിൽ നമുക്കൊരു എന്താ പറയുക, അല്ലുഅർജുൻ്റെ മോസ്റ്റ് അവൈറ്റീവ് മൂവിയാണ്. ഒരു ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള മൂവിയാണ്. ഹൈപ്പില്ലാതൊന്നും പറയാനില്ല, ഒട്ടുക്കത്തെ ഹൈപ്പുള്ള മൂവിയാണ്. അപ്പോൾ ആ ഹൈപ്പിനുള്ള മൂവിക്ക് ഒരു നായകന് ഇല്ലെങ്കിൽ ഒരു പുഷ്പ എന്ന ക്യാരക്ടറിന് ഫസ്റ്റ് പുഷ്പ റൈസിൽ ഒരു ഇൻട്രോഡക്ഷൻസും ഇല്ല. ലോറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനാണ് കണ്ടത്. പക്ഷേ ഇതിൽ ഒരു തുടങ്ങുന്ന മുമ്പ് ഒരു സീനുണ്ട്, ഫൈറ്റ് സീൻ. സിനിമ തുടങ്ങുന്ന ഒരു ഫൈറ്റ് സീനാണ് ഗൈസ്. ഒരു എന്താണെന്നറിയില്ല ഗൈസ്. ഒരു ഇൻട്രോ സീൻ ഒരു പുഷ്പരാജിന് ഒരു എന്താ പറയുക, ഒരു കോമഡി ആയിട്ടൊന്നുമല്ല. അത് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നില്ല. ഒരു ഇൻട്രോഡക്ഷൻ സീനുണ്ട്, ഒരു ഫൈറ്റ് സീനുമാണ്. അതെനിക്ക് സെറ്റായില്ല. ആക്ടിങ് ബേസ് നോക്കുകയാണെങ്കിൽ അല്ലുഅർജുൻ തകർത്ത്. ശരിക്കും അല്ലുഅർജുൻ വിളയാട്ടം തന്നെ സിനിമ തുടങ്ങുന്ന അവസാനം വരെയും അല്ലുഅർജുൻ്റെ വിളയാട്ടം തന്നെ നമുക്ക് അത് സ്ക്രീനിൽ തന്നെ പറ്റും. സ്ക്രീൻ പ്ലേ മൊത്തം അല്ലുഅർജുൻ്റെയാണ്, മീൻസ് പുഷ്പരാജിൻ്റെയാണ്. പക്ഷേ നമ്മുടെ പുള്ളി ഈ കൊടുക്കേണ്ട ഒരു കുറച്ച് സീൻസ് ഉണ്ട്. നമ്മുടെ പകത്തിന് ഒരു എന്താ പറയുക, കളിയാക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്. പകത്തിനെ മീൻസ് എന്താ പറയുക, IPS റോളാണ്, പക്ഷേ കുറച്ച് കളിയാക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്. ഒരു നടൻ ഇങ്ങനെയൊക്കെ കളിയാക്കുന്നൊക്കെ ആ ഒരു ടൈപ്പൊക്കെ എനിക്ക് അത് വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ ഉണ്ട്. ഞാൻ എങ്ങനെയാണെന്നും അറിയില്ല, പറയുന്നില്ല. പക്ഷേ കളിയാക്കുന്ന രീതിയിലും കുറച്ച് നമ്മൾക്ക് തന്നെ മലയാളത്തിലത്തെ ഒരു നടനാണ്, എന്നാലും ഇതുപോലെയൊക്കെ കളിയൊക്കെ പറഞ്ഞാൽ ആക്കുക പറയില്ല, ഈ നോക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊന്നും സെറ്റാകില്ല. പക്ഷെ പകത്ത് ഒരു ഇൻട്രോഡക്ഷൻസ് കൊടുക്കാമെന്ന് തോന്നി. ഒരു ഇൻട്രോഡക്ഷൻസ് പോലും ഇല്ല. ജസ്റ്റ് കയറി വരിക, അങ്ങനെ അങ്ങനെ പുഷ്പരാജായിട്ട് ഇട്ട് നിൽക്കുക, അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്കുന്നില്ല. പുഷ്പയ്ക്ക് ചെറിയ ഇൻട്രോഡക്ഷൻ കൊടുത്തു. ചെറിയ ഇൻട്രോഡക്ഷനൊന്നും അല്ല, ചെറുത്. പിന്നെ വില്ലന് ചെറിയ പിന്നെ കൊടുക്കാണ്ടിരിക്കുക, അതുമില്ല, ചെറുതാണ്. പറ്റുമില്ല, ഇതിനുമില്ല വലിയ ഇൻട്രോഡക്ഷൻ. പക്ഷെ ബാക്കിയുള്ള ഇൻട്രോ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫൈറ്റ്സിന് ബിസിനസ് ഡീലിന് വേണ്ടിയിട്ട് പോകുന്നതും അതുപോലെ തന്നെ ചന്ദ്രൻ മരം പിടിക്കാൻ വേണ്ടിയിട്ട് പുഷ്പരാജ് പോകുമ്പോൾ ഇവൻ മീൻസ് അത് പിന്നാലെ പോകുന്നത്, അങ്ങനത്തെ കുറച്ച് സീൻസൊക്കെ അടിപൊളി ഇൻട്രോഡക്ഷൻ സീൻസും ഫൈറ്റ് സീൻസ്. ഒരു ഫോറസ്റ്റിൽ ഒരു എന്താ പറയുക, ഒരു മൊത്തം ഒരു ഫോറസ്റ്റ് തന്നെ എന്താ പറയുക, അല്ലെങ്കിൽ ആ ഒരു ചിറ്റൂർ ഏരിയ തന്നെ, ഇല്ലെങ്കിൽ ഇന്ത്യ മൊത്തം എന്ന് പറയാനില്ല, ആ ചിറ്റൂർ ഏരിയ തന്നെ പുഷ്പൻ്റെ കൺട്രോളാണ്. എല്ലാവരുടെയും പുഷ്പയ്ക്ക്, ഇല്ലെങ്കിൽ ഇന്ത്യ മൊത്തം കൺട്രോളാണെങ്കിൽ പറയാം. പുഷ്പയ്ക്ക് പറയാനൊന്നുമില്ല. രശ്മിക മന്ദാന എന്തിനാണോ എന്നറിയില്ല, കുറച്ച് സീൻസൊക്കെ എനിക്ക് ഒരു ഭാര്യ ഭർത്താവ് ആ ഒരു ടൈപ്പിലായിട്ട് കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതൊന്നും എന്തിനാണ് എന്നൊക്കെ വാരി കുത്തിയതാണെന്നൊന്നും അറിയില്ല. വലിയ കാര്യമില്ല. പിന്നെ സോങ്സിനെ പറ്റി പറയണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാ സോങ്ങും എനിക്ക് ഏതോ ഓക്കെ ആയിരുന്നു, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിലിപ്പ് സോങ്ങാണ് നമ്മൾ റിയേറ്റ് ചെയ്ത്, ആ സോങ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബോറായിട്ടാണ് തോന്നിയത്. പിന്നെ ഗൈസ് ഇതിൽ പുതിയ വില്ലന്മാരും പഴയ വില്ലന്മാരും എല്ലാവരും ഉണ്ട്. പിന്നെ എന്താ പറയുക, ആണ് പെണ്ണை വേഷം കെട്ടുന്ന ഒരു
ആചാരം ഇതിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കാളിയുടെ രൂപം അത് അല്ലു അർജുൻ കെട്ടി ആടിയത് ഗൈസ് ഒരു അഴിഞ്ഞാട്ടം തന്നെ തിയേറ്ററിൽ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ അതൊരു വേറെ റേഞ്ചായിരുന്നു, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ആ ഒരു കെട്ടി ആടിയ ഒരു വേഷം അഴിച്ചു വയ്ക്കുന്ന വേറെയും വേറെ റേഞ്ചായിരുന്നു, ഒന്നും പറയാനില്ല. ആ ഒരു സീനിൽ തന്നെ ശരിക്കും ഇത് എന്തായിരിക്കും നെക്സ്റ്റ് അവാർഡ് പോസ്റ്റ് അല്ലു അർജുൻ എന്ന് പറയാം. അടിപൊളിയായിരുന്നു ആ സീന്. ഒരു കാളിയുടെ ഒരു സീനുണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ആണ് പെണ്ണുവേഷം കിട്ടുന്നത്. ആ ഒരു സീനിൽ ഒരു ഫൈറ്റ് സീനുണ്ട്, അയ്യോ ഗൈസ് ഒരു രക്ഷയില്ല. അതൊന്നും ആ ഒരു സീനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ആ കാളിൻ്റെ ഒരു സീനാണ്. അതിലൊരു ഫൈറ്റ് സീനുണ്ട്, എടുത്ത് പറയണം, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ആ ഒരു ഫൈറ്റ് സീനിൽ തന്നെ ഗൈസ് കുറച്ച് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാനും പറ്റും. നമ്മളത് കുറച്ച് കരഞ്ഞും പോകും, അതിൻ്റെ അട്ടയിലൊരു മാസം സാധനവും കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ സോങ്ങും വരുന്ന നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കുകയും ചെയ്യും. പിന്നെ ഗൈസ് ഫസ്റ്റ് ഹാഫ് അങ്ങനെ കൊണ്ട് നിർത്തുകയാണ് ഗൈസ്. ഒരു ബിസിനസ് ഡീലിന് വേണ്ടിയിട്ട് ഞാനും വിട്ടുകൊടുക്കില്ല, ഇവൻ്റെ ലോഡ് അവിടെ എത്തില്ല പറഞ്ഞിട്ട് ഇവനും വിട്ടുകൊടുക്കില്ല പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് ജസ്റ്റ് ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് എന്തായാലും നമ്മൾ കഥയെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മുടെ പുള്ളി ഇടയിൽ മിസ്സാക്കുന്നുണ്ട്. അത് പകതായിട്ട് മരിക്കുന്ന ഒരു സീനുണ്ട്, മരിച്ചു പോകുന്ന ഒരു സീനുണ്ട്. പക്ഷെ പുള്ളി മരിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. അതാണ്. പിന്നെ പഴയ വില്ലന്മാരൊക്കെ കയറി വന്നിട്ടുണ്ട്, എന്തിനാണെന്നറിയില്ല. പഴയ വില്ലന്മാരൊക്കെ വന്ന് കുറച്ച് മോൻ കട്ടിയിട്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. പഴയ വില്ലന്മാരും വരുന്നുണ്ട് ഇതിൽ, പുഷ്പൻ്റെ ഇതിലേക്ക് പിടിച്ചു മാറ്റാനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ വിഷ്വൽസൊക്കെ ഒന്നും പറയാനൊന്നുമില്ല. എടുത്ത് പറയാനുള്ളത് സിനിമ കഴിഞ്ഞതിൽ സുകുമാർ ഫിലിം ബൈ സുകുമാർ എന്ന് എഴുതി കാട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് പോകരുത്, അതിലൊരു ടൈലൻറ്റും കൂടി കാണിക്കുന്നുണ്ട്. പുഷ്പ 3 കൂടി ഉണ്ട്. ഒരു കൊടൂര വില്ലൻ വീണ്ടും ഒരുത്തം കൂടി വരുന്നുണ്ട്. വില്ലൻ്റെ ഒരു പൂരപ്പുറമാക്കാൻ പോവുകയാണ് പുഷ്പ 3 എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റിവെഞ്ച് പടമായിട്ടാണ്, ഒരു ടാഗ് ലൈൻ റീം ടാഗ് എന്ന് എന്തോ ആണ് കണ്ടത്. അങ്ങനെ പുഷ്പ 3 ആണ്, 3 വരുന്നുണ്ട്. ഏകദേശം പറഞ്ഞാൽ പുഷ്പ മൂവിയിലേക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പാണ്. കാരണം പറഞ്ഞാൽ ഹൈപ്പ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. കാരണം പറഞ്ഞാൽ റീസെയിൽ കളക്ഷൻ തന്നെ 100 കോടി അടിച്ചിട്ടുണ്ട്. ഏകദേശം പറഞ്ഞാൽ എന്തായാലും പോസ്റ്റർ ആകാനുള്ള ചാൻസ് ഉണ്ട്, ബോക്സ് ഓഫീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് മാത്രം നെഗറ്റീവ് വന്നിട്ടുള്ളൂ. ഓൾമോസ്റ്റ് വേറെ രാജ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ വന്നിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഒരു എന്താ പറയുക, എടുത്തു പറയാനുള്ളത് അല്ലു അർജുൻ്റെ ആക്ടിങ് ആണ്. ആക്ടിങ് ബേസ് ഒന്നും പറയാനില്ല. ആക്ടിങ് ബേസ് പുഷ്പ ദ റൂളിൽ പുള്ളി അല്ലു അർജുൻ എന്ന ആ ഒരു പുഷ്പ എന്ന ക്യാരക്ടർ ജീവിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല പോലെ പണിയെടുത്ത് എഫേർട്ട് എടുത്ത് പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ഒന്നും പോവാതെ കൈവിട്ട് പോവാതെ കറക്റ്റായിട്ട് പുള്ളി നല്ല സാധനം വിട്ടു കൊടുക്കാതെ ഒന്നും അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും തിയേറ്ററിൽ തന്നെ പോയി കാണാണ്ടിരിക്കാനൊന്നും പറ്റില്ല. അല്ലു അർജുൻ 3 വർഷത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു മൂവിയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണാത്തവർ കാണാം, തിയേറ്ററിൽ തന്നെ പോയി കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള മൂവിയാണ്. സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, സെറ്റാണ്. വിഷ്വൽസ് കൊണ്ടൊക്കെ സെറ്റാകും. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. മസ്റ്റ് വാച്ച് ആണെന്നൊന്നും പറയുന്നില്ല, ഒരു 1 ടൈം വാച്ചബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പോൾ ഗൈസ് എന്തായാലും അങ്ങനെ പുഷ്പ ദ റൂൾ അങ്ങനെ കണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അതിൻ്റെ ആണ്. ഓക്കെയാണ്, സെറ്റാണ്, സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സാധനം ടൈപ്പാണ് ഉദ്ദേശിച്ചത്, അതേപോലത്തേക്കാണ് കിട്ടിയത്. കുറച്ചൊക്കെ ക്രിഞ്ചായിട്ടൊക്കെ തോന്നിയെന്നുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അഭിജിത്ത് സാനിങ് ഔട്ട്.